ആദ്യം തന്നെ പറയാണ്, ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശ്രദ്ധിച്ചേക്കരുത്, മൊത്തം അലമ്പായിട്ട് കിടക്കുക കേട്ടോ. എന്തായാലും ഞാൻ പറയാൻ വന്ന കാര്യം പറയാം. നമ്മൾ ഈ യൂറോപ്പ് കൺട്രി റിലേറ്റഡ് പെറ്റ്സ് വീഡിയോസൊക്കെ കാണുമ്പോൾ ആ പെറ്റ്സ് കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങോട്ട് എന്താ, എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അതങ്ങോട്ട് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. പ്രത്യേകിച്ച് പൂച്ചകളുടെ കേസിൽ. ഡോഗ്സൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്കത് മനസ്സിലാവും, അവർ കുഞ്ഞുങ്ങളെ എപ്പോഴും ടേക്ക് കെയർ ചെയ്യും എന്നുള്ളത്. അതിവിടെ അങ്ങനെയാണല്ലോ. പൂച്ചകളുടെ കേസ് അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമെന്ന് ഞാൻ പറയാം. എൻ്റെ സുട്ടു ഭയങ്കരമായിട്ട് കുഞ്ഞിനെ എങ്ങനെ പാമ്പർ ചെയ്യുന്നതും കെയർ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ ഇപ്പം ഞാനോ ഇച്ചായ കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലാണ് സുട്ടു കുഞ്ഞിനെ നോക്കുന്നത് കേട്ടോ. കുഞ്ഞിൻ്റെ സൗണ്ട് കുറച്ച് നേരം, കുഞ്ഞ് അധികം നേരം ഉറങ്ങുകയാണെങ്കിൽ, സൗണ്ടൊന്നും കേട്ടില്ലെങ്കിൽ പെട്ടെന്ന് വന്ന് നോക്കുകയും, അതുപോലെ തന്നെ കുഞ്ഞ് കരയുകയാണെങ്കിൽ ഞങ്ങൾ അടുത്തില്ലെങ്കിൽ കുഞ്ഞിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടാൽ പോലും അവൻ ഓടി വരും. ഓടി വന്ന് അങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഞങ്ങളെ എങ്ങനെയെങ്കിലും വിളിക്കും. അങ്ങനെയൊക്കെയാണ് ആശ ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം കേട്ടോ. സുട്ടു ആണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു മനുഷ്യൻ ചെയ്യുന്നത്